നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ 5 പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചാണ്. ദ 5 റൂട്ട് കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻ ഫീമെയിൽസ്. ഞാൻ ഡോക്ടർ മനു പ്രതീഷ് ജേക്കബ്, മെഡിക്കൽ ഡയറക്ടർ, സാക്കിയ നാച്ചുറോപ്പതിക് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ, മലയാറ്റൂർ, കൊച്ചിൻ. ഇതിൽ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് തൈറോയ്ഡ് ഇംബാലൻസുകളാണ്. പലപ്പോഴും ആളുകളിൽ തൈറോയ്ഡ് ഹോർമോൺസ് അല്ലെങ്കിൽ TSH നോർമലായിരിക്കാം, നോർമൽ റേഞ്ചിലായിരിക്കാം, പക്ഷേ അത് ഒപ്റ്റിമലായിരിക്കില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും നാച്ചുറോപ്പതിയിൽ അല്ലെങ്കിൽ ഫങ്ഷൻ മെഡിസിനിൽ നമ്മളെപ്പോഴും അത് ഒപ്റ്റിമൽ റേഞ്ചിലാണോ എന്നുള്ളത് നോക്കും, അതായത് കറക്റ്റ് റേഞ്ചിലാണോ എന്ന് നോക്കും. അന്നേരം എപ്പോഴും നമ്മൾ ഫ്രീ T3 അല്ലെങ്കിൽ ഫ്രീ T4, TSH, അതേപോലെ തന്നെ റിവേഴ്സ് T3, അതുപോലെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് തൈറോയ്ഡ് ഇംബാലൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അന്നേരം തൈറോയ്ഡ് ഇംബാലൻസ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇൻഫെർട്ടിലിറ്റിയുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ സബ് ക്ലിനിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കലായിട്ടുള്ള തൈറോയ്ഡ് ഇംബാലൻസ് ആയിരിക്കാം. രണ്ടാമത്തെ റൂട്ട് കോസ് എന്ന് പറയുന്നത് PCOD ആണ്. PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രം എന്ന് പറയുന്ന കണ്ടീഷൻ. അങ്ങനെ PCOD എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അന്നേരം ഈ PCODയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ ചിലപ്പം ആൻഡ്രോജൻ മെയിൽ ഹോർമോൺസ് അധികമുള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ടോക്സിക് ആയിട്ടുള്ള ലോഡ് കൂടുതലായതുകൊണ്ടായിരിക്കും. അന്നേരം നമ്മൾ അഗെയിൻ ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തെ റിമൂവ് ചെയ്യുകയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇൻസുലിൻ പോലെയുള്ള ഹോർമോൺസ് ചെക്ക് ചെയ്യുകയും അതിനെ ഒപ്റ്റിമലായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അല്ലെങ്കിൽ ഈ ഹോർമോണൽ ബാലൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട റൂട്ട് കോസ് എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ആണ്. അതായത് ഗട്ടിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഗട്ട് ന്യൂട്രീഷൻ്റെ അബ്സോർപ്ഷന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് നമ്മളുടെ ബോഡിയിലെ ഈസ്ട്രോജനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസിനെ പ്രോസസ്സ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ ന്യൂട്രീഷനെ അബ്സോർബ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ക്രോണിക് സൈലൻറ്റ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ, ഇതുണ്ടാകാനായിട്ടെല്ലാം ഗട്ടിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ശരിയായിട്ടുള്ളൊരു ഗട്ടിൻ്റെ അസസ്മെൻറ്റ് നടത്തി അതിന് വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് നന്നായിട്ടുള്ള ഡയറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഗട്ട് ബാക്ടീരിയാസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രോബയോട്ടിക്സോ അല്ലെങ്കിൽ പ്രീബയോട്ടിക്സോ അല്ലെങ്കിൽ പോസ്റ്റ് ബയോട്ടിക്സോ പോലെയുള്ള കാര്യങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട റൂട്ട് കോസ് എന്ന് പറയുന്നത് ടോക്സിക് ലോഡാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്നൊരു ടോക്സിക് ബേർഡനായുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ എന്തെടുത്താലും നമ്മളുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആകട്ടെ, നമ്മളുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ ടോയ്ലറ്ററീസ് ആകട്ടെ, എല്ലാ കെമിക്കൽ ലോഡഡ് ആണ്. അന്നേരം അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിക്ക് ഈ വരുന്ന ടോക്സിൻസ് ഒക്കെ പലപ്പോഴും എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോണുകളെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്സ് നമ്മളുടെ കുടിവെള്ളത്തിലോ ഒക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്ന മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മളുടെ ഹോർമോൺസിനെ ഇംബാലൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകും. എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈസ്ട്രോജൻ അല്ലെങ്കിൽ സീനോ ഈസ്ട്രോജൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കെമിക്കലുകളായിട്ട് അത് മാറാനായിട്ടുള്ള കാരണങ്ങളാകാം. അന്നേരം നമ്മൾ ഇങ്ങനെ ഒരു ടോക്സിക് ലോഡ് ഉണ്ടെങ്കിൽ, എന്ത് ടോക്സിക് ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തെറാപ്പീസ് ഉപയോഗിക്കാം. എസ്പെഷ്യലി സോണ ബാത്ത് അല്ലെങ്കിൽ ടോക്സിക് ലോഡ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, കോസ്മെറ്റിക്സ് ഒക്കെ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മളുടെ ഫൈബർ കണ്ടൻറ്റ് കൂട്ടി മാക്സിമം ടോക്സിൻസ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തെറാപ്പീസ് അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ തെറാപ്പീസ് എന്നൊക്കെ പറയുന്ന തെറാപ്പീസ് നമ്മൾ ഇതിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട റൂട്ട് കോസ് എന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാത്ത അവസ്ഥ. സാധാരണഗതിയിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. ഒന്ന്, ഇൻസുലിന് പ്രവർത്തിക്കേണ്ട ന്യൂട്രിയൻസ് ആവശ്യത്തിന് കിട്ടുന്നുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെ 10-30ഓളം ന്യൂട്രിയൻസ് ഇൻസുലിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അന്നേരം നമ്മൾ ആ ഒരു ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ ആക്ഷൻ കൂട്ടുന്ന ഹെർബ്സോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷനോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഹൈ കലോറി ആയിട്ടുള്ള ഡയറ്റ് ഉപയോഗിക്കുമ്പോഴും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനോടൊപ്പം തന്നെ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് പേഷ്യൻസിനെ നമ്മൾ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാനായിട്ടും ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടും പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ പേഷ്യൻസിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 5
റൂട്ട് കോസസ് ആണ് സാധാരണഗതിയിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ വരിക. അന്നേരം നമ്മൾ ഇതിനെ എത്രത്തോളം നാച്ചുറലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നാച്ചുറലായിട്ട് മാനേജ് ചെയ്യുകയാണ് നമ്മൾ സാക്കിയിൽ ചെയ്യുന്നത്. താങ്ക് യു.